എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം 10:13 ആയിരിക്കുകയാണ്. അപ്പം നൈറ്റ് രാത്രി നമ്മൾ ഫുഡ് കഴിച്ച് ഇന്നലെയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വിശന്ന സമയത്ത് വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കി കഴിക്കാമെന്ന്. പെട്ടെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്ന് അടുക്കളയിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇതുപോലെ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ സഹായിച്ച് തരികയോ അല്ലെങ്കിൽ വന്ന് നോക്കി അടുത്ത് വന്ന് നിൽക്കുകയോ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നത്. ചില സമയത്ത് ഞാൻ തന്നെ വിളിച്ച് ഒന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് മാവിലാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ രാത്രിയൊക്കെ ആരെങ്കിലും വിശന്നാലും എല്ലാവരും വീട്ടിൽ ഇതുപോലെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അത് കഴിക്കും. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇട്ടത് ഞാനിങ്ങനെ വേവിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗോതമ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ കയ്യിൽ വലിയ തവയല്ല, ചീനിച്ചട്ടി ഇല്ല. അപ്പോൾ അതിനകത്താണ് ഇത് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ പഴംപൊരി ഇച്ചിരി കൂടെ വലുതായിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ മുറിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം എൻ്റെ ആ ഒരു തവയുടെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചേട്ടൻ അവിടെ നിന്നിട്ട് പിന്നെ ചേട്ടൻ സിനിമ കാണാനായിട്ട് പോയി. നമുക്കിവിടെ ടി വി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മൊബൈലിലാണ് കാണുന്നത്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ മൊബൈലിലായിരിക്കും എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടൊക്കെ നിൽക്കണം, സിനിമ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ. പിന്നെ ഈ ഒരു ഗ്ലാസ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്റ്റാൻഡാണ്. അതിന് 100-നകത്തൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു ബോട്ടിൽ, അപ്പോൾ ഞാൻ കാണിച്ച ബോട്ടിൽ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട് പൂശിയിട്ട് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സ്പോട്ട് ലൈറ്റ് 2 കണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുക്കളയിൽ ആ ഒരു തറയും കൂടി ഇടണം. പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു പെയിൻ്റൊക്കെ അടിച്ച ആ ഒരു പാതകം. പിന്നെ അടുക്കളയൊക്കെ സെറ്റപ്പൊക്കെ മാറി. ഇപ്പം എനിക്കാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ അടുക്കളയല്ലേ, ഈ വീട്ടിൽ ജോലിക്ക് ഒന്നും പോകാതെയൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കായിരുന്നാലും അടുക്കള ഒരു വൃത്തിയായിട്ട് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അത് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. എനിക്ക് ഇവിടുത്തെ അടുക്കളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തേയില വെള്ളം മസ്റ്റാണല്ലോ. പിന്നെ തേയില വെള്ളം ഇട്ട്, അപ്പോൾ എനിക്ക് ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പഴംപൊരി ഉണ്ടാക്കിയിട്ട് അതൊന്ന് കഴിക്കാനായിരുന്നു, പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കിടക്കാമല്ലോ, അതിന് വേണ്ടിയായിരുന്നു. പിന്നെ തേയില വെള്ളവും കൂടി ഇട്ടിട്ട് കിടന്നു. ഇതുപോലത്തെയൊക്കെ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാനൊരു റെക്കോർഡ് ചെയ്യുന്നത് തന്നെ 100 വട്ടം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടാണ്. അപ്പോഴത്തന്നെ ഫോൺ ഹാങ് ആവും. അപ്പോൾ എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ 11:13 ആയിട്ടുണ്ട്. പിന്നെ തേയില വെള്ളം ഒക്കെ കൂട്ടിയിട്ട് തറയിലിരുന്നാൽ കഴിക്കുന്ന സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാൻ പറഞ്ഞേനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുറിച്ച് കാണിച്ച് നല്ല പഴംപൊരി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.